നമുക്ക് ആലോചിക്കാം, ഒരു ദിവസം 500 മുതൽ 750 പേര് വരെ നമുക്ക് ഒരു ദിവസം അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 150 റൂംസ് എന്ന് പറയും. അത് കൂടാതെ നമുക്ക് അതിനകത്ത് മൾട്ടി കുസിൻ റെസ്റ്റോറന്റ് ഉണ്ട്, സൂ ഉണ്ട്, മറ്റേ ഇൻഫിനിറ്റി പൂൾ ഉണ്ട്, മറ്റ് കൺവെൻഷൻ സെന്റർ, ആർട്ട് ഗാലറി, ബോട്ടിംഗ്, ഫിഷിംഗ്, ഹോഴ്സ് റൈഡിംഗ്, DJ ഹോൾ, റെയിൻ ഡാൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 40-45 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കോമൺ അമ്യൂണിറ്റീസും ഇതിനകത്തുണ്ട്. അപ്പൊ 1500-2000 പേരൊക്കെ പങ്കെടുക്കുന്ന ഈ കൺവെൻഷൻ സെന്ററും മറ്റു സൗകര്യങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകളും ഇന്റർനാഷണൽ കോൺഫറൻസുകളും കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകളും DJ പാർട്ടികളും ഒക്കെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടി എന്നും ഫില്ലാവാനുള്ള ഒരുപാട് അവസരങ്ങൾ അവിടെ വേറെ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ 150 റൂമുകളിൽ ഒരു 750 പേരും 500 പേരും ഈ വലിയ വലിയ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ അവിടെ 1500-2000 പേരൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ നമ്മളൊരു ഫാം തുടങ്ങാമെന്ന് ചിന്തിച്ചു. ഒരു ഇന്റഗ്രേറ്റഡ് ഫാം തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്തു വന്നു. അതിനുവേണ്ടി സ്ഥലമൊക്കെ എടുത്ത് വന്നപ്പോ പ്രൊജക്ട് ഒന്ന് വലുതായി. നോക്കിയപ്പോ ഇവിടുത്തെ പ്രൊഡക്ഷൻ, ഈ ഫാമിൽ നിന്നുള്ള പ്രൊഡക്ഷൻ, അതായത് ഈ ഇവിടെ വരുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അരി മുതൽ നെൽകൃഷി മുതൽ എല്ലാ തരം പച്ചക്കറികളും, എല്ലാ ഫ്രൂട്ട്സും, ചിക്കൻ, മട്ടൺ, ബീഫ്, ഫിഷ്, പ്രോൺസ്, എഗ്, ക്രാബ്, മിൽക്ക്, ഇവൻ കാശ്മീരിൽ ഉണ്ടാകുന്ന സാഫ്രോൺ വരെ നമുക്ക് അവിടെ കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, എല്ലാ സാധനവും നമുക്ക് അവിടെ തന്നെ കൃഷി ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ കുറച്ചും കൂടെ കൂടുതലാണെന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പ്രൊജക്റ്റിനെ കുറച്ചും ഒന്നും കൂടെ വലുതാക്കി ഇതിനൊരു 100 കോടി രൂപ വാല്യൂ ഉള്ള ഒരു പ്രൊജക്റ്റ് ആക്കി മാറ്റി. സാൻഡൽവുഡ് ഫാം ഫോറസ്റ്റ്, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, സാൻഡൽവുഡ് റിസർച്ച് സെന്റർ, ഫാം ടൂറിസം, അങ്ങനെ 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നഴ്സറി, അങ്ങനെയുള്ള കുറച്ച് വലിയ പ്രൊജക്റ്റ് ആക്കി ഒരു 100 കോടിയുടെ പ്രൊജക്റ്റ് ആക്കി മാറ്റി. അവിടെ ഈ 100 കോടി പ്രൊജക്റ്റിൽ ഇതും ഒരു LLP പ്രൊജക്റ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും അതിൽ 1 ലക്ഷം രൂപ മുതലുള്ള എമൗണ്ട് പാർട്ണർഷിപ്പ് എടുത്തുകൊണ്ട് ഈ പ്രൊജക്ടിന്റെ പാർട്ട്ണർ ആവാൻ പറ്റും. അപ്പോൾ അതിലൂടെ നമുക്ക് അനവധി ലാഭങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറി ഫാം, അതായത് 300 പശുക്കളുള്ള ഒരു ദിവസം 5000 ലിറ്ററിന് മുകളിൽ പാലുണ്ടാവുന്ന ഒരു ഡയറി ഫാമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഹൈടെക് ഫാമാണ്. അതുകൂടാതെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മുട്ടക്കോഴി ഫാം, 1 ലക്ഷം മുട്ടയാണ് നമ്മൾ ഒരു ദിവസം അവിടെ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ കേരളത്തിൽ ഒരു 10,000-15,000 വരെയൊക്കെ ഉള്ളൂ. തമിഴ്നാട്ടിലേക്ക് ഇതിലും വലുതുണ്ട്. അപ്പൊ ഇവിടുത്തെ മുട്ടകളുടെ മറ്റൊരു പ്രത്യേകത, ഇതൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു എഗ്ഗാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. ബ്രാൻഡ് ചെയ്തിട്ടുള്ള എഗ്ഗ് ആയിരിക്കും. അതായത് പ്രോട്ടീൻ റിച്ച് എന്ന് പറയുമ്പോൾ സാധാരണ തീറ്റ കൊടുക്കുന്നതിന് പകരം ഈ കോഴികൾക്ക് BSF ലാർവ എന്ന് പറയുന്ന ഒരു ഫുഡ് വേസ്റ്റിൽ നിന്നെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന പ്രത്യേക തരം പുഴുക്കളുണ്ട്. ബ്ലാക്ക് സോൾജർ ഫ്ലൈസ് എന്ന് പറയുന്ന ഒരു പുഴുക്കളുണ്ട്. ഈ പുഴുക്കളെയാണ് ഈ കോഴികൾക്ക് ഭക്ഷണത്തിന്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുട്ടകൾക്ക് ന്യൂട്രിയൻസ് കണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇത്തരത്തിലുള്ള മുട്ടകൾക്ക് നമുക്ക് മാർക്കറ്റിൽ 25 രൂപ മുതൽ 40 രൂപ വരെ വില കിട്ടുന്നു എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ പ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ പുറത്തൊക്കെ. അപ്പൊ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ഫാം, അതും നമ്മൾ ഇതിന്റെ അകത്താണ് വരുന്നത്. ഇത് കൂടാതെ 200-ലധികം മറ്റ് വരുമാന സോഴ്സുകളും ഇതിനകത്തുണ്ട്. അത് കൂടാതെ ഒരു 70 കോട്ടേജുകളുണ്ട്. കോട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്രൊജക്റ്റിൽ കണ്ട പോലത്തെ വില കൂടിയ അല്ലെങ്കിൽ റെന്റ് കൂടിയ കോട്ടേജസ് അല്ല, കുറച്ചും കൂടെ സാധാരണക്കാർക്കൊക്കെ താമസിക്കാവുന്ന രീതിയിൽ ഒരു 10,000 രൂപയുടെ ഉള്ളിലൊക്കെ പെർ ഡേ താമസിക്കാവുന്ന രീതിയിലുള്ള കോട്ടേജസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 200-ലധികം വരുമാനങ്ങൾ കിട്ടുന്ന, അതും കൂടാതെ ഈ 12 ഏക്കറിലാണ് ഈ പ്രൊജക്ട് വരുന്നത്, ഈ ഒരു ഫാം പ്രൊജക്ട് വരുന്നത്, ഇന്റഗ്രേറ്റഡ് ഫാം വരുന്നത്. ഇതിലൊരു 2000 ചന്ദനമരങ്ങളുണ്ട്. എന്ന് വെച്ചാൽ 10 മുതൽ 15 വർഷം കൊണ്ട് 500 കോടി രൂപയുടെ ചന്ദനമരം നമുക്ക് അതിലുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരു ദിവസം 1 ലക്ഷം മുട്ട എന്ന് പറയുമ്പോൾ ഒരു 10 രൂപ വെച്ച് നമുക്ക് ഒരു മുട്ട വന്നിട്ട് എത്രയും ഒരു ദിവസം 1 ലക്ഷം മുട്ട ഇൻറ്റു 10 രൂപ, 10 ലക്ഷം രൂപ. ഒരു മാസം എത്രയും 10 ലക്ഷം ഇൻറ്റു 30 ദിവസം 3 കോടി രൂപ. 5,000 ലിറ്റർ പാൽ. ഈ പാലായിട്ടല്ല നമ്മൾ കൊടുക്കുക. നമ്മൾ എന്തായിരിക്കും ചെയ്യുക, അതിനെല്ലാം വാല്യൂ അഡീഷൻ ചെയ്ത് ഗീയും കേടും ബട്ടറും ഐസ്ക്രീമും അങ്ങനെ വാല്യൂ അഡീഷൻ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ദിവസം 5 ലക്ഷം രൂപയോളം, മാസത്തിന് 1.5-2 കോടി രൂപയോളം നമുക്ക് പാലിൽ നിന്ന് മാത്രം കിട്ടുന്ന പരിപാടി. കൃഷി എന്ന് പറയുന്നത് ചെറിയൊരു സംഗതി അല്ല കേട്ടോ. നമുക്കൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് കൃഷി എന്ന് പറയുമ്പോൾ എന്താ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക, ഒരു കള്ളിമുണ്ടും മുഷിഞ്ഞ ഒരു തോർത്ത് ഇട്ടിട്ടുള്ള ഒരു തൂമ്പ പിടിച്ചിട്ടുള്ള ഒരു ചേട്ടൻ, അല്ലേ, ഒരു 40-50 വയസ്സിന് മേലെ പ്രായമുള്ള ഒരു ചേട്ടൻ. ഇതാണ് നമ്മൾ കൃഷിക്കാരൻ എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് വരാം. പക്ഷെ ഇന്ന് നമ്മുടെ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. ഇസ്രായേലിലും
വിയറ്റ്നാമിലൊക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പല പല ടെക്നോളജീസ് ഉണ്ട്. ഈ ടെക്നോളജീസ് എല്ലാം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കൃഷി ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് മണ്ണില്ലാതെ കൃഷി ചെയ്യാം, വെള്ളത്തിൽ. അതുകൂടാതെ നമുക്ക് ഈ മണ്ണും വേണ്ട, വെള്ളവും വേണ്ട, എയറില്, വായുവിൽ കൃഷി ചെയ്യാം. അത്തരത്തിലുള്ള പല 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 കൃഷി രീതികൾ. ഇപ്പോൾ കാശ്മീരിലുള്ള കുങ്കുമപ്പൂ നമ്മളിവിടെ കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ കാലാവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, തണുപ്പ്. അപ്പൊ ഇങ്ങനെ ടെക്നോളജീസ് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ചേർത്ത് ഇവിടെ ചെയ്യുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ വരുമാനം ഉണ്ടാക്കാവുന്ന വലിയൊരു ഇൻഡസ്ട്രിയാണ് കൃഷി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മലയാളീസ് എല്ലാവരും കൃഷി എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ച് സെന്റിമെന്റൽ ആയിട്ടാണ് കാണാറുള്ളത്. കൃഷി എന്ന് പറയുമ്പോൾ അല്ലെ മണ്ണ് അങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴന്മാരെന്താ പറയാ, തമിഴ്നാട്ടുകാരെന്താ പറയാനുള്ളത്, കൃഷിയിൽ എന്താ പറയാറ്, വ്യവസായം എന്നാ പറയാ, ഇൻഡസ്ട്രിയാണ്. അവരെ സംബന്ധിച്ച് വരുമാനം ഉണ്ടാക്കുക. അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാ സാധനം തമിഴ്നാട്ടിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരുത്തുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ കൃഷിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ നമുക്ക് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം നമ്മൾ സ്ഥിരമായിട്ട് വി ഡി സതീശനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. അദ്ദേഹം സ്ഥിരമായിട്ട് പല ഇന്റർവ്യൂസിൽ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്നും ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്ക് പോകും, തിരിച്ചിങ്ങോട്ട് വരുന്നില്ല. ബ്രെയിൻ ഡ്രെയിൻ അല്ലെ, കേട്ടില്ല? ബ്രെയിൻ ഡ്രെയിൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ യൂത്ത് ഒക്കെ പുറത്തു പോയി ജോലി ചെയ്യുന്നു, എന്നിട്ട് അവിടെ തന്നെ സെറ്റിൽ ആവുന്നു, അവിടെ തന്നെ ഉണ്ടാക്കുന്ന പൈസ ചെലവാക്കുന്നു. ഇവിടെ നിന്ന് പോണ സമയത്ത് അവർ 35-50 ലക്ഷമൊക്കെ ചെലവാക്കി പോകുന്നു. വീണ്ടും അവിടെ നിന്ന് കിട്ടുന്ന പൈസ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ തന്നെ വീട് വാങ്ങി അവിടെ തന്നെ ജീവിക്കുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെ. മിക്ക വീടുകളിലും ശ്രദ്ധിച്ചിട്ടില്ലേ, മക്കൾ എവിടെ? കാനഡയിലാ, എവിടെ? UK ലാ, എവിടെ? ഇസ്രായേലിലാ, ദുബായിലാ, അമേരിക്കയിലാ, ശരിയല്ലേ? ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മിക്ക ആളുകളുടെ വീട്ടിലും 1, 2, 3 പേര് വിദേശത്തായിരിക്കും. അതാർക്കും നമ്മുടെ നാട് വേണ്ട. പക്ഷെ ഇവിടെ എടുക്കുന്ന ഈ ഒരു ട്രഷർ, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ കാണാതെയാണ് ഇവരൊക്കെ പോകുന്നത് എന്നുള്ള വലിയ സങ്കടമാണ്. നമുക്ക് 1 ഏക്കർ സ്ഥലം സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഒരു വർഷം ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ 50 ലക്ഷം രൂപക്ക് മുകളിൽ നമുക്ക് ഇതിൽ നിന്ന് മാത്രം ഉണ്ടാക്കിയെടുക്കാം. 1 ഏക്കർ സ്ഥലം മതി, അധികമൊന്നും വേണ്ട. ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്ത 50 ലക്ഷം രൂപ. ഈ വിദേശത്ത് ജോലിക്ക് പോകുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒരു വർഷം 50 ലക്ഷം രൂപ മിച്ചം വെക്കാൻ കിട്ടാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. മാക്സിമം 2-3 ലക്ഷം രൂപയ്ക്ക് ശമ്പളം കിട്ടുന്നുണ്ടാവുക. അതിൽ പകുതി മുക്കാൽ അവിടെ തന്നെ ചെലവാക്കിയേ പറ്റുള്ളൂ. അതാണ് അവിടുത്തെ നിയമം. ബാക്കി ഒരു 5-10 ലക്ഷം രൂപ എനിക്ക് ഒരു വർഷത്തിൽ മിച്ചം പിടിക്കാൻ പറ്റുന്നുണ്ടാവുക. അതിനാണ് ഇവര് നാട് വീടും വിട്ടുകൊടുന്ന് പോകുന്നത്. അപ്പൊ ഇത്രയും വലിയ അവസരങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇന്റഗ്രേറ്റഡ് ഫാം എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റിലേക്ക് നമ്മൾ വരാനുള്ള കാരണം ഇതിങ്ങനത്തെ വലിയൊരു പ്രൊജക്റ്റ് ആക്കി മാറ്റാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ അതിലും നിങ്ങൾക്ക് ഇവിടെ 1 ലക്ഷം രൂപ മുതലുള്ള പാർട്ണർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടിന്റെ പാർട്ണർ ആയിക്കൊണ്ട്, ഒരു LLP പാർട്ണർ ആയിക്കൊണ്ടും നിങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ ഒരു ഭാഗമാകാം. ഇതൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന സാൻഡൽവുഡ് പ്ലാന്റേഷനും സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റും